അപ്പം ഒരു ശംഖുപുഷ്പത്തിൻ്റെ ലേഖമാണ് ഉണ്ടാക്കുന്നത്. നാടൻ നെയ്യും ശംഖുപുഷ്പം പിന്നെ പനക്കൽക്കണ്ടം നാടൻ്റെ പാലും അത്രയാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഞാൻ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ കാട്ടുതെച്ചി രക്തക്കുറവിന് നല്ലതല്ലേ. ഇത് ബ്രഹ്മില്ലാത്തത് കൊണ്ടാണ് ബ്രഹ്മി കിട്ടിയില്ല, അതുകൊണ്ട് കരിമുത്തിലാണ് ദശമൂലം ചേർത്തിക്കണത്. പിന്നെ കാട്ടുതെച്ചിയാണ്, തെച്ചി മാറരുത്, അശോക തെച്ചിയല്ല. പിന്നെ ഇത് ഇത്തിരി വേര് 5 ml മതി, വേണമെന്നില്ല. ഇതിന് വേരാണത് ശംഖുപുഷ്പത്തിന്. പിന്നെ പനക്കൽക്കണ്ടാണ്, പനക്കൽക്കണ്ടാനും പനശർക്കര ആയാലും മതി. പിന്നെ നാടൻ പാല്, പിന്നെ നാടൻ്റെ നെയ്യ്. നാടൻ്റെ നെയ്യ് ഒരു 300 ഉണ്ടാവും. ചെറിയുള്ളിയൊക്കെ രുചിക്ക് വേണ്ടിയിട്ട് ചോയ ഉണ്ടാകുന്നത് കഴിക്കാതിരിക്കുമെന്ന് കരുതിയിട്ടാണ് ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ 2 തണ്ടും ചേർത്തിട്ടുള്ളത്. പാലിലാണ് അരച്ച് ചേർത്തത്. പാലിനെ ഈ ചുവറ്റിപ്പാറണം. വെള്ളം ചേർത്താൽ വറ്റാൻ പണിയാണ്, വെള്ളം കൊണ്ട് നീര് വറ്റി വരണ്ടേ. പിന്നെ ഇത് കൊടുക്കാൻ ഏറ്റവും നല്ല രാവിലെ വൈകുന്നേരമാണ്. ഇതിൻ്റെ കൂടെ മത്സ്യം മാംസം ഒന്നും കൊടുക്കരുത്. ഇത് കൊടുത്ത പാട് 1 മണിക്കൂറിന് ശേഷം നമുക്ക് കൊടുക്കാം. നമ്മൾ രാവിലെ എണീച്ചിട്ട് 1 ടീസ്പൂൺ ഇത് കൊടുക്കാം. പിന്നെ വൈകിട്ടും കൊടുക്കാം. വലിയവർക്കാണെങ്കിൽ 1 ടീസ്പൂൺ, കുട്ടികൾക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ. കൽക്കണ്ടം പൊടിച്ചതാണ്. ശർക്കരയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ശർക്കര ഉരുക്കിയിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് നന്നായി ഉരുകി വരുമ്പോൾ കുട്ടികളെ ഓർമ്മശക്തി, വലിയവർക്ക് കഴിക്കാൻ ബുദ്ധിശക്തിയൊക്കെ കൂടാനാണ്. എക്സാം ടൈമുകളിലും മത്സര പരീക്ഷകളിലൊക്കെ നമുക്ക് കൊടുക്കുന്നത്. കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ വരുന്നു. മാത്രം കഴിച്ചിട്ട് പോരാ, നന്നായിട്ട് പഠിക്കും വേണം കുട്ടികളാകുമ്പോൾ. നെയ്യ് അങ്ങനെ ഉരുകി ഏകദേശം വന്നിട്ടുണ്ട്. ഈ ലേഖമായി വരുമ്പോൾ നല്ല മൂപ്പിക്കണ്ട.